സുന്നി സൂഫി പണ്ഡിതന്മാർ പോലും പണച്ചാക്കുകളോടും അധികാര രാഷ്ട്രീയ തമ്പുരാക്കന്മാരോടും എത്രത്തോളം വലിയ ബന്ധമാണ് അവർക്കുള്ളത് എന്നത് സമൂഹ മധ്യത്തിൽ പ്രസംഗിച്ച് അഹങ്കരിക്കുന്നവരാണ്. അത് ഏറ്റവും തിന്മയാണ്. പണച്ചാക്കുകളോടും അധികാരികളോടുമുള്ള ഒരു പരിധിക്കപ്പുറമുള്ള ബന്ധം മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർക്ക് തികച്ചും അത് അബദ്ധമാണ്. അതവരെ പുറകോട്ട് നയിക്കുമെന്നത് വളരെ ശക്തമായ ഭാഷയിലാണ് ഇമാം ഗസാലി ഗ്രന്ഥങ്ങൾ തന്നെ എഴുതി വിമർശിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് നമ്മൾ സൂഫിയാക്കൾ, വലിയ ഉന്നതന്മാർ എന്ന് പറയുന്ന നമ്മുടെ സമ്മേളനങ്ങളിലൊക്കെ മുൻവേദികളിൽ ഇരിക്കുമ്പോൾ നാം അഭിമാനിക്കുന്ന പണ്ഡിതന്മാർ ഓരോ വേദികളിലും പല വേദികളിലും പറഞ്ഞിട്ടുള്ളത് ഇന്നാലിന്റെ പണക്കാരനുമായി എനിക്ക് വലിയ ബന്ധമാണ്, ഇന്നാലിന്റെ രാഷ്ട്രീയ നേതാവ് എന്നെ വിളിക്കാറുണ്ട്, ഞാനവരെ വിളിക്കാറുണ്ട്, ഞങ്ങൾ തമ്മിൽ ബന്ധമാണ്. ഇതൊക്കെ ലജ്ജയില്ലാതെ പറയുകയാണ്. ആര്? വലിയ വലിയ ഭൗതിക പരിത്യാഗികൾ എന്ന് നമ്മൾ കണക്കാക്കുന്ന വലിയ വലിയ സുന്നി സൂഫി പണ്ഡിത നേതാക്കൾ പോലും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു ഗസാലി പിറവിയെടുക്കുക? ഭരണാധികാരികളോടും രാഷ്ട്രീയ തമ്പുരാക്കന്മാരോടും പണച്ചാക്കുകളോടുമുള്ള ബന്ധം പണ്ഡിതന്മാർ എപ്പോഴും ആ ബന്ധത്തിൽ വഞ്ചിതരാകരുത് എന്ന് വിശദീകരിക്കുന്നത് താൻ എന്തുകൊണ്ടാണ് താൻ അങ്ങനെ പറഞ്ഞത് എന്നത് ഇമാം ഗസാലി പറയുന്നുണ്ട്. ഇഹ്യാ ഉലൂമിന്റെ 2-ാം ഭാഗം പരിശോധിച്ചാൽ കാണാൻ കഴിയും. സാധുക്കളായ ജനങ്ങളെ ചൂഷണം ചെയ്ത് സമ്പന്നരാകുന്ന ഭരണാധികാരികളുടെയും പ്രമാണികളുടെയും സമ്പത്തിന്റെ ബഹുഭൂരിപക്ഷവും അധാർമികമാണെന്ന് ഇമാം ഗസാലി വിശദീകരിക്കുന്നു. അത് കണ്ണ് തുറന്ന് കാണുന്ന ആർക്കും ഇന്ന് മനസ്സിലാക്കാൻ കഴിയും. അത്തരം സമ്പത്തുകൾ സ്വീകരിക്കുന്നത് കറാഹത്താണ്, പലപ്പോഴും ഹറാമാണെന്നും ഇമാം ഗസാലി ഇഹ്യായിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ഗസാലിയുടെ മറ്റൊരു ഗ്രന്ഥമായ നസീഹത്തുൽ ലിൽ മുലൂക്കിൽ ഭരണാധികാരികളും നേതാക്കളും രാഷ്ട്രീയ നേതാക്കന്മാരും എങ്ങനെയാണ് നീതിയുക്തം സമൂഹത്തിന് നേതൃത്വം നൽകേണ്ടതെന്നും ഭരണം നടത്തേണ്ടതെന്നും സാധാരണക്കാർക്കും സാധുജനങ്ങൾക്കും വേണ്ടി എങ്ങനെയാണ് നിലകൊള്ളേണ്ടതെന്നും ഭരണത്തിൽ എങ്ങനെയാണ് സദാചാരവും നൈതികതയും മുറുകെ പിടിക്കേണ്ടതെന്നും ശക്തമായ ഭാഷയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അഥവാ ഭരണാധികാരികളും പണച്ചാക്കുകളും എപ്പോഴും ജനങ്ങളെയും അവരുടെ സമ്പത്തിനെയും അവരുടെ തന്നെ അവകാശങ്ങളെയും പിടിച്ചുപറ്റുകയും ചൂഷണം ചെയ്യുകയാണ് ഏത് കാലഘട്ടത്തിലും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അവരോട് അകലം പാലിക്കണമെന്ന് പുണ്യ റസൂൽ കൽപ്പിച്ചതെന്നും വിശദീകരിക്കുന്ന ഇമാം ഗസാലി അവസാന കാലഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും പഴപ്പിക്കുന്നതായി ഞാൻ ഭയപ്പെടുന്നത് എൻ്റെ സമുദായത്തെ പഴപ്പിക്കുക ആയിരിക്കും. ഞാൻ അവസാന കാലത്ത് ഏറ്റവും ഭയപ്പെടുന്നത് എൻ്റെ സമുദായത്തിലെ ഭൗതിക തൽപരരായ പണ്ഡിതന്മാരെ ആയിരിക്കുമെന്ന പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ അവരോട് അകലം പാലിക്കേണ്ടതിൻ്റെ അനിവാര്യത പറഞ്ഞുകൊണ്ടും 1000 വർഷങ്ങൾക്ക് മുമ്പ് പോലും താൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും എന്നാൽ ഈ പണ്ഡിതന്മാർ എത്ര മോശമായിട്ടാണ് ജനങ്ങളോട് പെരുമാറുന്നതെന്നും ഈ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന, ജനങ്ങളുടെ അവകാശങ്ങളെ ഹനിക്കുന്ന ഭരണാധികാരികളോടും പണച്ചാക്കുകളോടും എത്ര വലിയ ചങ്ങാത്തമാണ് ഈ പണ്ഡിതന്മാർക്കുള്ളതെന്നും അതിനിശ്ചിതമായ ഭാഷയിൽ ഇമാം ഗസാലി വിശദീകരിക്കുകയും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് തന്നെ അങ്ങനെയാണെങ്കിൽ എല്ലാ നന്മയും നഷ്ടപ്പെട്ട് കൂമ്പടഞ്ഞ ഇന്നത്തെ കാലത്തെ സാഹചര്യം എന്തായിരിക്കും? അപ്പൊ അങ്ങനെ സമൂഹത്തിന് എങ്ങനെയാണ് ഒരു ഗസാലി ഉണ്ടാവുക? തന്റെ മറ്റൊരു ഗ്രന്ഥമായ അയ്യുഹൽ വലദിൽ വിദ്യാർത്ഥികൾ പാലിക്കേണ്ട മര്യാദയും ആത്മത്യാഗവും സമ്പത്തിനോടും പ്രശസ്തിയോടും അധികാര കേന്ദ്രങ്ങളോടും പാലിക്കേണ്ട അകലവും ഇമാം ഗസാലി വിശദീകരിച്ചിട്ടുണ്ട്. അയ്യുഹൽ വലദ് ഇന്ന് വളരെ നമ്മുടെ ഏകദേശ കലാലയങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് സുന്നി കലാലയങ്ങളിലെല്ലാം പാഠ്യവിഷയമാണല്ലോ അയ്യുഹൽ വലദ്. അയ്യുഹൽ വലദിൽ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ പണച്ചാക്കുകളോടും അധികാര രാഷ്ട്രീയ വർഗത്തോടും എത്രത്തോളമാണ് പണ്ഡിതന്മാർ അകലം പാലിച്ച് ജീവിതം വിശുദ്ധിയിൽ സൂക്ഷിക്കേണ്ടതെന്ന് ഇമാം ഗസാലി വിശദീകരിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും കേവല യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന മതപണ്ഡിതന്മാരെയും ഇമാം ഗസാലി തന്റെ ഗ്രന്ഥങ്ങളിൽ ശക്തമായി വിമർശിക്കുന്നതായി കണ്ടെത്താൻ കഴിയും. തന്റെ ഒരു പ്രധാന